കേരളത്തിലുടനീളമുള്ള SMA MD രോഗബാധിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് മൈൻഡ് ട്രസ്റ്റ്. 2017 മെയ് 1 ആരംഭിച്ചത്. വിദ്യാഭ്യാസം, തൊഴിൽ, ബോധവൽക്കരണം, പുനരധിവാസം, ഗവേഷണം എന്നീ 5 ലക്ഷ്യങ്ങളിലൂന്നി 18ഓളം പ്രൊജക്റ്റുകൾ മൈൻഡ് ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുശീലം പ്രൊജക്ട്. ശരീരത്തിന്റെ ചലനാത്മകതയെ നിലനിർത്താനും പരമാവധിയാക്കുന്നതിനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും ഫിസിയോതെറാപ്പി, മെഡിറ്റേഷൻ, യോഗ എന്നിവയാണ് സുശീലം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിലനിന്നു പോകുന്നത്. സുശീലം പ്രൊജക്ടിന്റെ കീഴിലാണ് നമ്മൾ ഈ എക്സസൈസ് സീരീസ് തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ എക്സസൈസ് സീരീസിൽ പലവിധം എക്സസൈസസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ലൈക് ബ്രീത്തിങ് എക്സസൈസ്, നെക്ക് എക്സസൈസ്, ഫേസ് എക്സസൈസ്, പിന്നെ ഷോൾഡർ എക്സസൈസ്, ഹാൻഡ് എക്സസൈസ്, ലെഗ് എക്സസൈസ്, അപ്പർ ബോഡി എക്സസൈസ്, അങ്ങനെ പലവിധം എക്സസൈസസ് നമ്മളിൽ വരുന്നത്. അപ്പൊ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കും. പിന്നെ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് കോൺസെൻട്രേഷൻ, പിന്നെ ഒരു പോസിറ്റീവ് എനർജി, ഒരു എനർജി നമുക്ക് നമ്മുടെ ഒരു ബോഡിക്ക് ഇച്ചിരി കൂടിയും ഒരു എനർജി കിട്ടും, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നന്നായിട്ട് സഹായിക്കും. ഈ എക്സസൈസസ് ഡെയിലി ബേസിസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. പിന്നെ പല കൈൻഡ് ഓഫ് ഇഞ്ചുറീസ് ഉണ്ടാവല്ലോ, അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. ഇഞ്ചുറീസിന്റെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ പല കാര്യങ്ങളും കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. അപ്പൊ നമ്മളിപ്പോ ബ്രീത്തിങ് എക്സസൈസ് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാം നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടും, ഒരു റിലാക്സേഷൻ കിട്ടും, ഒരു സ്ട്രെസ്ഫുൾ ഒരു ഫീലിംഗ് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഐ എക്സസൈസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എന്താ പറയുക, ഐൻ്റെ ആ സ്ട്രെയിൻ ഒക്കെ കുറയ്ക്കും, നമുക്ക് നന്നായിട്ട് അത് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ നെക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നെക്ക് ഇഞ്ചുറീസ്, പിന്നെ നമ്മുടെ പോസ്ചർ, നമ്മുടെ നിൽക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഒരു രീതി ആ പോസ്ചർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഹാൻഡ് എക്സസൈസ് തന്നെ പറയുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ഒരു ഫ്ലെക്സിബിലിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചുറീസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, നല്ലൊരു പോസ്ചറിൽ ഇരിക്കുക. ഇപ്പൊ എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് അതൊരു ഇത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ആ ബിസി ആ ഒരു കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കാനുള്ളൂ. അപ്പൊ നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ചിലപ്പോൾ പല എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ പല എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പെയിൻ വരുമ്പോൾ അവിടെ വെച്ച് നമ്മൾ നിർത്തുക. ആൻഡ് ഇപ്പൊ പെയിൻ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുക ഇത് ഓക്കെ ആവോ അല്ലേന്ന്. അപ്പൊ നമ്മൾ അത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു 1 to 2 minutes ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓരോ സെറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ എക്സസൈസ് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്.